ഇവിടെ ഈ വിവാദങ്ങൾ കത്തുമ്പോൾ കൊടുങ്കാറ്റ് വീശിയടിക്കുമ്പോൾ ഒരു സൂര്യൻ അസ്തമിച്ചു എന്ന് മുന്നണിയിലെ ഒരു MLA പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ സൂര്യൻ അസ്തമിച്ച സൂര്യനടക്കമുള്ളവർ PB യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലാണല്ലോ. ചർച്ചയാവുമോ ഈ കാര്യങ്ങളെല്ലാം? ഗുഡ് മോർണിംഗ് മൂർത്തി. ഈ അൻവർ മുഖ്യമന്ത്രി പോരിലെ ഏറ്റവും നിർണായകമായ കുറച്ച് സീനുകൾ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഡൽഹിയിലെ കേരള ഹൗസിലാണ് നിലവിൽ മുഖ്യമന്ത്രി ഉള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിലെ VIP സ്യൂട്ടായ വേമ്പനാട്, അതാണ് അവിടുത്തെ ഒരു VIP സ്യൂട്ട്. ആ VIP സ്യൂട്ടിലാണ് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത്. അദ്ദേഹത്തിന് രാവിലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ കുറച്ച് അംഗങ്ങളും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമാണ് നിലവിൽ അവിടെ ഉള്ളത്. അദ്ദേഹം ആ VIP സ്യൂട്ടിൽ തന്നെ നിലവിലുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ഹൗസിലെ 202 നമ്പർ മുറിയിലാണ് ഇന്ന് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്ന, അതായത് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ഇന്നലെ അറിയിച്ചിട്ടുള്ള MV ഗോവിന്ദൻ മാഷുള്ളത്. MV ഗോവിന്ദൻ മാഷും പിണറായി വിജയനും ഏതാണ്ട് 10:15 മണിക്ക് കഴിയുമ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ നിന്ന് AKG ഭവനിലേക്ക് പോകും. ആ സമയം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് ആണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നലെ തന്നെ CPM നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അൻവറിനെ തള്ളിപ്പറയുവാൻ വേണ്ടി CPM തീരുമാനിച്ചിട്ടുണ്ട്. ആ തള്ളിപ്പറയലിൻ്റെ ഔദ്യോഗികമായ തള്ളിപ്പറച്ചിൽ അതായിരിക്കും ഇന്ന് രാവിലെ 10:30 മണി കഴിയുമ്പോൾ ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കാഠിന്യം എത്രത്തോളം ആയിരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും വാർത്താ സമ്മേളനം നടത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ നമുക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അദ്ദേഹം നിലവിൽ അത്തരത്തിലുള്ള പരിപാടി, അതായത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉണ്ടായ ആരോപണങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകുമെന്ന് ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഇന്ന് ഉണ്ടാകുന്നതായിരിക്കും. ഇന്ന് ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും ഈ കേരളത്തിലെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങളും പാർട്ടിക്കുള്ളിൽ ചർച്ച വരും. പ്രത്യേകിച്ച് പൂരം കലക്കൽ, അതുപോലെ തന്നെ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക ഘടകങ്ങളിലൊന്നിലാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ നിർണായകമായ ഈ യോഗങ്ങളിൽ കൂടി ആ വിഷയം ചർച്ചയ്ക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം 10:00-ക്കും 10:45 തീർച്ചയായിട്ടും 10:00-ക്ക് ശേഷം നമുക്കറിയാം എന്താവും പോളിറ്റ് ബ്യൂറോയിൽ സംഭവിച്ചത്, എന്ത് തീരുമാനമാണ് എടുക്കുക.